എൻ്റെ പേര് സീനിയ. ഞാൻ കണ്ണൂർ കേളകം വെള്ളൂന്നിയിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിന് 18 വർഷമായിട്ട് കാല് തൂക്കിയിടുമ്പോൾ നീരും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ലോണം നീര് വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 18 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. എൻ്റെ കാലിൽ ഞാൻ മിഞ്ചി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി ജൂൺ 16 തീയതി വന്നു. ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് കാലിന് നല്ല നീര് വെച്ചു, ചെരുപ്പൊന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് പോരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 5 ദിവസം കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ദൈവസന്നിധിയിലേക്ക് പോരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വന്നു. ചൊവ്വാഴ്ച രാവിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കാലിൽ മിഞ്ചി ഉപയോഗിക്കുന്നവരെല്ലാം അത് ഊരി മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു ഞാൻ ഇന്ന് തന്നെ അത് ഊരി മാറ്റുമെന്ന്. അങ്ങനെ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദറും അവിടെ നിന്ന് എന്നോട് പറഞ്ഞു മിഞ്ചി ഊരി മാറ്റണമെന്ന്. ഞാൻ ഇന്ന് തന്നെ ഊരി മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് അത് ഊരി റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ തന്നെ എൻ്റെ കാലിൽ നീര് കുറയാൻ തുടങ്ങിയായിരുന്നു, നല്ല വ്യത്യാസം തുടങ്ങിയായിരുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരം റൂമിൽ ചെന്നപ്പോൾ വിചാരിച്ചു അത് റൂമിലിരുന്ന് നഷ്ടപ്പെട്ട് പോകണ്ടെന്ന് കരുതി ഞാനത് രണ്ടും കൂടി എടുത്ത് എൻ്റെ ഇടത് കൈയിലെ വിരലിൽ ഇട്ടു. പിറ്റേ ദിവസമൊന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല. വ്യാഴാഴ്ച രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് എനിക്ക് കൈയടിച്ച് സ്തുതിക്കാനോ പാട്ടുപാടോ ഒന്നും പറ്റില്ല. കൈക്ക് ഭയങ്കര ശക്തമായ വേദന. കൈയടിക്കുമ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്ത് പറ്റി എൻ്റെ കൈക്ക്. പെട്ടെന്ന് നോക്കിയപ്പോൾ മിഞ്ചിയുടെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ അച്ഛനെ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഊരി മാറ്റിക്കോളാൻ പറഞ്ഞു. അത് ഞാൻ വീണ്ടും അപ്പോൾ തന്നെ ഊരി മാറ്റി. അപ്പോൾ തന്നെ എൻ്റെ കൈക്ക് പരിപൂർണ്ണ സൗഖ്യമുണ്ടായി. ഒട്ടും വേദനയില്ല. 18 വർഷമായി ഞാൻ മിഞ്ചി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ കാലിന് നീരും വേദനയും വരാൻ തുടങ്ങിയത്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ മിഞ്ചി ഉപയോഗിക്കുന്നത് ഈശോ ഇഷ്ടമില്ല എന്നെനിക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കി തന്നതിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു.